ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അജു ആൻഡ് ജിയ കപ്പിൾ ഡയറീസ്. ഇന്ന് നമ്മൾ ടക്കാമക്കയുടെ രണ്ടാം ഭാഗമാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ അതിൻ്റെ സുവനിയേഴ്സിൻ്റെ സെക്ഷനും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നൊരു ഫ്രീ ഗൈഡഡ് ടൂറിലോട്ടാണ്. ഈ ടൂറിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു റമ്മിൻ്റെ ചരിത്രമാണ്. ടക്കാമക്കയുടെ കഥ തുടങ്ങുന്നത് 2000-ലാണ്. ബെർണാൾഡ് ഡഫേയും അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള റോബർട്ട് ഡഫേയും ചേർന്നിട്ടാണ് നല്ലൊരു റം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ അവർ ആരംഭിച്ചു. ആദ്യകാലത്ത് വലിയ ഡിസ്റ്റിലറികളോ അല്ലെങ്കിൽ വലിയ വലിയ മെഷീൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത് വീട്ടിലായിരുന്നു. അങ്ങനെ ചെറിയൊരു ഹോം എക്സ്പെരിമെൻ്റ് പതുക്കെ വലിയൊരു സ്വപ്നമായിട്ട് മാറി. പിന്നീട് ബെർണാഡിൻ്റെ സഹോദരനായിട്ടുള്ള റിച്ചാർഡ് ഡഫേയും ഈ സംരംഭത്തിൽ ചേർന്നു. അങ്ങനെയാണ് 2002 ഈ കാണുന്ന ഡിസ്റ്റിലറി ആരംഭിക്കുന്നത്. ഇന്ന് റിച്ചാർഡും ബെർണാഡും ചേർന്ന് നടത്തുന്ന ടക്കാമക്ക സീഷെൽസിൻ്റെ സ്വന്തം റം എന്ന നിലയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്തിനെ നമ്മുടെ ഈ ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പ്ലാന്റേഷനുകൾ മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. കറുവപ്പട്ട, വാനില, തേങ്ങ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൃഷിസ്ഥലമായിരുന്നു. അങ്ങനെ പിന്നീട് അവിടെ കോക്കനട്ട് മില്ല്, അതുപോലെ തന്നെ റിപ്പയർ യാർഡ്, നാഷണൽ മോണുമെൻറ്റ്, ഇക്കോ മ്യൂസിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി ഈ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2008-ലാണ് ഈ ഒരു ഡിസ്റ്റിലറി ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഇപ്പോഴും കാണാം. മെഡിക്കൽ ഗാർഡനും അതുപോലെ തന്നെ പഴയ പ്ലാന്റേഷൻ ബിൽഡിങ്ങുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അവിടെ വാനിലയൊക്കെ കാണാൻ പറ്റിയിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാനിലയുടെ ആ ഒരു ചെടി കാണുന്നത്. പിന്നെ ഇരുമ്പുൾ നമ്മുടെ നാട്ടിലുള്ളതാണ്, കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. ഇവിടെ ആ റമ്മ് സൂക്ഷിച്ചിരിക്കുന്ന ഏരിയയിലേക്കാണ് പിന്നെ നമ്മളെ കൊണ്ടുപോയത്. ഇവിടെ നമുക്ക് കുറച്ച് ലിമിറ്റഡ് എഡീഷൻ ആയിട്ടുള്ള റമ്മുകളും ഉണ്ട്. അത് എക്സ്പെൻസീവാണ്. അതൊരു 800-ൽ താഴെ ബോട്ടിൽസ് ആയിരിക്കും ഇറക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതെല്ലാം പ്രീ ബുക്ക്ഡ് ചെയ്യണം നമുക്ക്, എന്നാലാണ് നമുക്കത് കിട്ടുക. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രത്യേകത, ഇവരൊരു ഓക്ക് ബാരലിലായിട്ടായിരിക്കും ഇതിനെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ സീഷെൽസിൻ്റെ ഹ്യൂമിഡിറ്റിയും ഇത് ഏജിങ് ചെയ്യാനായിട്ട് കുറച്ചധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു റമ്മ് പുറത്തിറങ്ങുന്നത്. 800-ൽ താഴെ ബോട്ടിൽസൊക്കെ ഉണ്ടാവാറുള്ളൂ പലതിനും. സോ അതുകൊണ്ട് ഇത് എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവർ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ആ ബാരൽസ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, ഏജിങ് പ്രോസസ്സിന് എടുക്കുന്ന ആ ടൈമിൻ്റെ ഇൻഫ്ലുവൻസ്, അതൊക്കെ കാരണം. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു റം ഉണ്ടാക്കുന്നത്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ടക്കാമക്ക റം ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ടക്കാമക്ക റമ്മിൻ്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിലൊന്ന് അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. മാഹെ ദ്വീപിലുള്ള ലോക്കലി ഗ്രോൺ ആയിട്ടുള്ള ഷുഗർ കെയിൻ, അതായത് കരിമ്പാണ് ഇതിനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. കരിമ്പ് ഇവിടെ തന്നെ ക്രഷ് ചെയ്യുകയും അത് ഫെർമെൻറ്റ് ചെയ്യുകയും ഡിസ്റ്റിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കരിമ്പ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെൻ്റാണിത്. കരിമ്പ് ക്രഷ് ചെയ്ത ശേഷം ലഭിക്കുന്ന ജ്യൂസ് ഫെർമെൻറ്റേഷനിലേക്ക് പോകുന്നു. ഈസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഷുഗർ ആൽക്കഹോളായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ടക്കാമക്കയ്ക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ഉണ്ട്. സീഷെൽസിൻ്റെ വലിയൊരു ഷുഗർ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ട് ലോക്കൽ മൊലാസസ് പ്രൊഡക്ഷൻ ഇല്ല. അതായത് പഞ്ചസാര കരിമ്പിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മധുരമുള്ള ദ്രാവകം, അതിനെയാണ് മൊലാസസ് എന്ന് വിളിക്കുന്നത്. അത് ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടക്കാമക്ക ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഹൈ ക്വാളിറ്റിയുള്ള ഈ മൊലാസസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന മണി പഴയ പ്ലാന്റേഷൻ ബെല്ലാണ്. പണ്ട് കാലത്ത് വർക്കേഴ്സിനൊക്കെ ടൈം അറിയാനും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രോസസ്സൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സമയം അറിയിക്കാൻ വേണ്ടി മുഴക്കിയിരുന്നൊരു മണിയാണ്. ഇനി നമ്മൾ പോയി കാണുന്നത് ടക്കേനും മക്കയാണ്. ടക്കാമക്ക എന്നാണ് ഈ കുഞ്ഞ് ആമകളുടെ പേര്. നമ്മൾ ആ നേരത്തെ കണ്ടിരുന്ന ആ ജയൻ്റ് ആമകളുടെ കുട്ടികളാണിത്. അടുത്ത് നമ്മൾ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ്. റം ടേസ്റ്റിംഗ് ആണ്. നമ്മളൊരു റമ്മ് ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് പറഞ്ഞുതരും. നമ്മളതിൻ്റെ കളർ നോക്കി, സ്മെല്ല് നോക്കി, പതുക്കെ സിപ്പ് ചെയ്ത് വേണം നമ്മളത് കഴിക്കാനായിട്ട്. സോ നമ്മൾ 10 ബോട്ടിൽസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനാദ്യം ഒരു 6 സീഷൽ സീരീസിൽ വരുന്ന ബോട്ടിൽസും അതുപോലെ തന്നെ 4 പ്രീമിയം ബോട്ടിൽസുമാണ് ഉണ്ടായിരുന്നത്. സീഷൽ സീരീസിൽ വരുന്ന റം ബ്ലോക്കാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു ഫ്രഷ് ടേസ്റ്റ് ആയിരുന്നു. ഒരു ട്രഡീഷണൽ വൈറ്റ് റമ്മാണത്. പിന്നീട് നമ്മൾ പോയത് ടക്കാമക്ക സ്പൈസ്ഡ് ആണ്. അതൊരു എന്താ പറയുക, ഒരു മസാലയുടെ ഫ്ലേവർ, ഒരു ട്രോപ്പിക്കൽ ഒരു സ്പൈസ് ഫ്ലേവറാണ് ഉണ്ടായിരുന്നത്.
പിന്നെ ടക്കാമക്ക പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെ കോക്കോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ക്രീമി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഒരു തേങ്ങ അതിൻ്റെയൊക്കെ ഒരു ക്രീമിനെസ് അതാണ് അതിനുള്ളത്. പിന്നെ ഡാർക്ക് സ്പൈസ് അതെങ്ങനെ വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഫ്ലാഷിപ്പ് ഓഫ് സ്പൈസ് എന്നൊക്കെ പറയില്ലേ, ഒരു റിച്ച് ഫ്ലേവറാണ് അതിനുണ്ടായിരുന്നത്. ഓവർ പ്രൂഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു പവർഫുൾ ക്യാരക്ടറുള്ളൊരു റമ്മാണത്. പിന്നെ നമ്മൾ നോക്കിയത് 4 പ്രീമിയമാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നോക്കിയത് നമ്മൾ ടക്കാമക്ക പെറ്റിലക്കാസാണ്. ഒരു ഫ്രൂട്ടി ടേസ്റ്റാണ് അതിനെ. പിന്നെ നമ്മൾ സ്പെസിസ് നോക്കി, അത് ഭയങ്കര എരിവായിരുന്നു. പിന്നെ അതുപോലെ നോക്കിയതാണ് ഗ്രാൻഡ് കാസ് എന്ന് പറയുന്നത്. അത് ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറെ നോക്കിയത് ടക്കാമക്കയുടെ തന്നെ എക്സ്ട്രാ നോയർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു പഞ്ചി ക്യാരക്ടറായിരുന്നു അതിനുണ്ടായിരുന്നു. ഇത്രയും റമ്മുകൾ ഈ 10 നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ അവിടെ നിന്നൊരു ഷർട്ടും മേടിച്ചു. നമ്മൾ വേറെ കോക്ടെയിൽസ് ഒന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. കാരണം ഈ 10 നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആ ഒരു റം ടേസ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യുക മാത്രമല്ല, സീഷൽസിൻ്റെ സോയിൽ, ഷുഗർ കെയിൻ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എല്ലാം കൂടെ ഒരുമിച്ചൊരു ഗ്ലാസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. നല്ലൊരു അനുഭവമായിരുന്നു അത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.